നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് വെണ്ടയ്ക്ക കൊണ്ട് 2 സ്റ്റൂ ഉണ്ടാക്കാം. മസാലയൊന്നും ചേർക്കാത്ത വെളുത്ത സ്റ്റൂവും മസാലയൊക്കെ ഇട്ട മഞ്ഞ കളറിലുള്ള സ്റ്റൂവും. ആദ്യം നമുക്ക് വെളുത്ത സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് വെണ്ടയ്ക്കായും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഉള്ളിയും 2-3 ഒക്കെ ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. പച്ചമുളക് ഒന്ന് കീറി എടുത്താൽ മതിയാവും. ഇതിൻ്റെ അറ്റം വിടിയിച്ചിട്ടില്ല. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും കടുകും ഉപ്പും വേണേ. പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. 9 ടേബിൾ സ്പൂൺ തേങ്ങയിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇങ്ങനെ എടുത്തതാണിത്. ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് കടുകിടാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെണ്ടയ്ക്കായും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടാം. ഈ ഒരു കറിയിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കുന്നതാണ് ടേസ്റ്റ്. 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരു 5-6 മിനിറ്റ്, അല്ലെങ്കിൽ ഈ വെണ്ടയ്ക്കായും ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങുന്നത് വരെ. വെണ്ടയ്ക്കയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് ഈ വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പം വെണ്ടയ്ക്കൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 2-ാം പാലാണ് ഒഴിക്കുന്നത്. 2-ാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടുപ്പയിലിരിക്കട്ടെ. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് തുറന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 1-ാം പാൽ ചേർക്കാം. ഈ 1-ാം പാൽ ചേർത്ത് കഴിയുമ്പം നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് തിളച്ച് പോവരുത്. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവേ. തിളയൊന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതായിപ്പം സ്റ്റവ് ഓഫ് ചെയ്യുവാണേ. അതിനുശേഷവും നല്ലപോലെ ഒരു അല്പനേരം ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ വെള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതിനാ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. പച്ചമുളക് നമ്മളുടെ എരിവനുസരിച്ച് ചേർക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉള്ള ഒരു സ്റ്റൂ ആണ്. ഇനി നമുക്ക് മഞ്ഞ സ്റ്റൂ ഉണ്ടാക്കാം. വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3-4 വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്. സവോള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. സവോളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതിൻ്റെ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി ചൂടാക്കി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി വെണ്ടയ്ക്കായും സവോളയും പച്ചമുളകും കൂടി ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണേ. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം ചെയ്തില്ലേ അതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ചേർക്കാം. എല്ലാം വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. മസാലക്കുത്തൊന്നും അധികം ഇല്ല. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1-ാം പാൽ ചേർക്കാം. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 1-ാം പാൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. തിളച്ച് പോവരുത്. തിള തുടങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അല്പനേരം കൂടി ഒന്ന് ഇളക്കണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ മസാല ചേർത്ത മഞ്ഞ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.